ആസൂത്രണം നേരത്തെ തന്നെ നടപ്പാക്കിയ കൊലപാതകമാണ് പെരിയയിൽ അരങ്ങേറിയത് എന്നതിന് വ്യക്തമായ തെളിവുകൾ പുറത്ത്. പെരിയ ഇരട്ടക്കൊലപാതകത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൃപേഷിനെ നേരത്തെ തന്നെ കൊലപ്പെടുത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി കേസിലെ പ്രതിയായ അശ്വിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇതു സംബന്ധിച്ച സൂചനയുള്ളത്. ഈ പോസ്റ്റ് കൊല്ലപ്പെട്ട കൃപേഷിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ആ സംഭവത്തിൽ കൃപേഷ് ബേക്കൽ സ്റ്റേഷനിലും സൈബർ സെല്ലിലും പരാതി നൽകിയതിന്റെ തെളിവുകൾ പുറത്തുവരുന്നുണ്ട്. പെരിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇരട്ടക്കൊലപാതകത്തിലെ 5ാം പ്രതിയായ അശ്വിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കൃപേഷിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടന്നതായി സൂചനയുള്ളത്. കാസർഗോഡ് കല്ലിയോട് സ്കൂളിൽ SFIയുടെ നേതൃത്വത്തിൽ നടത്തിയ അഭിമന്യു കുടുംബ സഹായ ഫണ്ട് പിരിവിനെതിരെ കൃപേഷ് പ്രതികരിച്ചിരുന്നു. തുടർന്ന് അശ്വിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ കൃപേഷിന്റെ ചിത്രം ഉൾപ്പെടെ വച്ച് ഇതിനെതിരെ പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റിന് ചുവട്ടിൽ അശ്വിൻ ഇങ്ങനെ കുറിക്കുന്നു: ഓർ ചാവാൻ റെഡിയായി, ഇവിടെ എല്ലാവരും സെറ്റായി. ഇതുപോലെ കൃപേഷിനെ ഇല്ലാതാക്കണം എന്ന ധ്വനിയോടെയാണ് എല്ലാ കമന്റുകളും വന്നിരിക്കുന്നത്. എന്നാൽ പെരിയയിലെ സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റിൽ കൃപേഷ് കല്ലിയോട്ടെ ഒരു നേർച്ച കോഴിയെന്നാണ് പരസ്യമായി പറയുന്നത്. കൃപേഷിന്റെ പ്രൊഫൈൽ ലിങ്ക് ഉൾപ്പെടെ വച്ചുകൊണ്ടാണ് പോസ്റ്റ്. ഈ പോസ്റ്റിലും സമാനമായ കമന്റുകളാണ് ഉള്ളത്. ഇതുകൂടാതെ CPM അനുഭാവമുള്ള വിവിധ വാട്സ്ആപ്പ് കൂട്ടായ്മകളിലും കൃപേഷിനെതിരെ വ്യാപകമായി പ്രചരണം നടത്തുന്നതിന് തെളിവുകളുണ്ട്. ഇതിന്റെ എല്ലാം സ്ക്രീൻഷോട്ട്സ് ഉൾപ്പെടെയാണ് കൃപേഷ് പോലീസിൽ പരാതി നൽകിയത്. അതേസമയം ശരത് ലാലിന് സമാനമായ രീതിയിൽ ഭീഷണി ഉണ്ടായിരുന്നുവെന്നും ഫേസ്ബുക്കിലെ വ്യാജ പ്രൊഫൈലുകൾ വഴിയുള്ള ഭീഷണി സന്ദേശങ്ങൾക്ക് പുറമെ ഫോൺ വഴി നിരന്തരമായി ഭീഷണികൾ ലഭിച്ചിരുന്നതായും സുഹൃത്തുക്കളും ബന്ധുക്കളും പറയുന്നു. എന്തായാലും പെരിയ ഇരട്ട കൊലപാതകത്തിൽ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ പുതിയ വഴിത്തിരിവുകളാണ് ഉണ്ടാക്കുന്നത്. പ്രതികൾ നേരത്തെ തന്നെ കൊല ആസൂത്രണം ചെയ്തിരുന്നുവെന്നും കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകമാണെന്നുമുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ എന്താകും ഇനി കേസിലെ പുതിയ സംഭവ വികാസങ്ങളെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ്. അതേസമയം പെരിയ ഇരട്ടക്കൊലയുടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത് കേസ് അട്ടിമറിക്കാനാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ചു. കേസ് അട്ടിമറിക്കുന്നതിൽ പ്രാഗൽഭ്യം നേടിയ സർക്കാർ തുനിയാൻ പറയുമ്പോൾ ഇഴയാം സാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ് അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇങ്ങനെ പോയാൽ കേസ് തെളിയില്ലെന്നും അതിനാലാണ് കേന്ദ്ര ഏജൻസിയെ അന്വേഷണം ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും മുല്ലപ്പള്ളി വിശദീകരിച്ചു. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതക കേസിൽ പ്രതികളായ 2 പേർ സംഭവ ദിവസം കല്ലിയോട്ട് എത്തിയിരുന്നതായി സൂചനയുണ്ട്. കൊലപാതകങ്ങൾ ഉണ്ടായ അന്നു മുതൽ ഇവർ അപ്രത്യക്ഷരാണെന്നും പോലീസ് കണ്ടെത്തി. ഇവർ കൊലപാതക സമയത്ത് കല്ലിയോട്ട് എത്തിയിരുന്നോ എന്നത് സ്ഥിരീകരിക്കാൻ മൊബൈൽ ടവർ ലൊക്കേഷൻ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. കറുത്ത നിറമുള്ള കാറിൽ അതിവേഗം ദേശീയപാത കടന്നുപോയത് ഇവരാണെന്ന് സംശയിക്കുന്നു. കൊലപാതകം നടത്തിയ ശേഷം പീതാംബരൻ ഉൾപ്പെടെയുള്ള സംഘം കാഞ്ഞങ്ങാട്ട് ഭാഗത്തുള്ള ചാലിങ്കൽ മൊട്ടരാവണീശ്വരം വരെ ആദ്യം സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെ ആരെങ്കിലും എത്തിച്ചതാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇവർ തിരിച്ചു പാർട്ടി ഓഫീസിലെത്തിയത്. കൊട്ടേഷൻ സംഘത്തിന്റെ സാന്നിധ്യം പോലീസ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല. ആദ്യഘട്ട അന്വേഷണത്തിൽ നിലവിൽ അറസ്റ്റിലായവർക്ക് പങ്കുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുറമേ നിന്നുള്ളവരുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ വേണ്ടിവരും. പ്രതികളിൽ ചിലർ കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിലെത്തി ആയുധ പരിശീലനം നേടിയിരുന്നതായി മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.